വർണ്ണിക്കും. പൂർണ്ണ ഹൃദയത്തോടെ യേശുവേ സ്തുതിക്കും. നിന്നത്ഭുതങ്ങളെ ഒക്കെയും ഞാൻ വർണ്ണിക്കും. നിന്നിൽ സന്തോഷിച്ച് ഉല്ലാസിക്കും. നിന്റെ നാമത്തെ ഞാൻ കീർത്തിച്ചിടും. നിന്നിൽ സന്തോഷിച്ച് ഉല്ലാസിക്കും. നിന്റെ നാമത്തെ ഞാൻ കീർത്തിച്ചിടും. അത്യുന്നതനായുള്ളോവേ, സിയോനിൽ വസിക്കുന്നോനെ, രാജാതിരാജാവായോനെ, നിൻ നാമം വാഴ്ത്തപ്പെടട്ടെ. അത്യുന്നതനായുള്ളോവേ, സിയോനിൽ വസിക്കുന്നോനെ, രാജാതിരാജാവായോനെ, നിൻ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവിൻ്റെ ശ്രേഷ്ഠനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ദിവസം കൂടെ തന്ന നമ്മുടെ സ്വർഗീയ പിതാവിന് നന്ദി പറയാം. ഒരു രാത്രി കൊണ്ട് നിങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ മാറ്റാൻ കഴിയുമെന്ന് അല്ലെങ്കിൽ മാറുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എന്നാൽ ഇസ്രയേൽ ജനത്തിനു വേണ്ടി ദൈവം അത് ചെയ്തു എന്നാണ് ദൈവജനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാഭിഷേകത്താൽ നിറഞ്ഞിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ എത്രയോ അധികമായി കർത്താവ് അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ഏത് കാര്യങ്ങളാണെങ്കിലും ഏത് സാഹചര്യമാണെങ്കിലും കർത്താവിൽ വിശ്വസിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ വാക്കുകളിൽ വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ ഈ സമയം കർത്താവ് ചിലത് ചെയ്യുന്ന സമയമാണ്. നിങ്ങളായിരിക്കുന്ന വ്യവസ്ഥയെ മാറ്റുവാൻ കഴിയുന്ന ഒരു സ്വർഗത്തിന് മുൻപിലാണ് നിങ്ങളായിരിക്കുന്നത്. ഇന്ന് രാത്രി നിങ്ങളുടെ അത്ഭുതത്തിൻ്റെ രാത്രിയാകട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. അത് നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമാകട്ടെ. Hallelujah. If you read 2 Kings, we can see a story about Israel. രണ്ട് രാജാക്കന്മാർ വായിച്ചാൽ ഇസ്രായേലിനെ കുറിച്ചൊരു കഥ നമുക്ക് കേൾക്കാനായി സാധിക്കും. God changed the economy of a nation within one night. ഒരു രാത്രി കൊണ്ട് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ ദൈവം മാറ്റുവാനിടയായി. He prophesied to the king, this night you will see a great exchange in the economy. അവൻ രാജാവിനോട് പ്രവചിക്കാനിടയായി, ഈ രാത്രി നിന്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് വലിയൊരു മാറ്റം ഉണ്ടാകുമെന്ന്. Can you imagine our economy change in one day? നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഒറ്റ രാത്രി കൊണ്ട് നിന്റെ സാമ്പത്തിക രീതിക്ക് മാറ്റം വരുമെന്ന്? Can you imagine all economy in India change in one day, one night? ഒറ്റ ദിവസം കൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് പൂർണ്ണമായ ഒരു മാറ്റം വരുമെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? 2 Kings chapter 5:6 onwards. നിങ്ങൾക്ക് കാണാനായി സാധിക്കും 2 രാജാക്കന്മാർ 5:6 മുതൽ. So the same way, അതേപോലെ God can give your economy, God can change your economy within one night. അതേപോലെ നിന്റെ സാമ്പത്തിക വ്യവസ്ഥയോ ഒറ്റ രാത്രി കൊണ്ട് ദൈവത്തിന് മാറ്റം വരുത്താനായി സാധിക്കും. This is what happened in restoration. അതാണ് പുനഃസ്ഥാപനം കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത്. അതാണ് സംഭവിച്ചത്. ദൈവം ഒരാളെ റിസ്റ്റോർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത, ഒറ്റ രാത്രി കൊണ്ട് അവൻ തലകീഴായി വെച്ച് കളയും. Oh, love you Jesus. പ്രാകാഷ്ടത്തിന് വിലയുണ്ടായിരുന്ന പട്ടണത്തിലെ ഒരു രാത്രി കൊണ്ട് ഗോതമ്പും യവവും സാധാരണ വിലയ്ക്ക് വിറ്റഴിച്ചത് പ്രവാചകന്റെ ഒരു വാക്കുകൊണ്ടാണെങ്കിൽ ഒരു രാജ്യത്തിന്റെ എക്കോണമിയെ മുഴുവൻ തിരിക്കാൻ ഒരു രാത്രി കൊണ്ട് ദൈവത്തിന് കഴിയുമെങ്കിൽ ഞാൻ നിന്നോട് പ്രവചിച്ചു പറയുവാ, ഇന്ന് രാത്രി കൊണ്ട് ചിലരുടെ എക്കോണമി തലതിരിയാൻ പോകുകയാ. ചർച്ചിന്റെ എക്കോണമി തലതിരിയാൻ പോകുകയാ. ചർച്ചിന്റെ ലാഭം തലതിരിയാൻ പോകുകയാ. നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായി. We can see in Exodus, പുറപ്പാടിൽ നമുക്ക് കാണാനായി സാധിക്കും 430 years they are in slavery. 430 വർഷം അവർ അടിമത്തത്തിലായിരുന്നു. But when they leave Egypt, അവർ ഈജിപ്ത് വിടാനിടയായപ്പോൾ 430 years what they are robbed from there, they restored by God Jesus. 430 വർഷം അവരിൽ നിന്ന് അപഹരിച്ച സർവ്വത ഒറ്റ ദിവസം കൊണ്ട് ദൈവം പുനഃസ്ഥാപിക്കാനിടയായി. ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ളത്, ഒരു രാത്രി കൊണ്ട് സകലത്തെയും മാറ്റിമറിച്ചൊരു ദൈവത്തെയാണ് നീ സേവിക്കുന്നതെന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ ഈ രാത്രിയിൽ ഈ പകൽ ചിലത് മാറി മറിഞ്ഞ് നിന്റെ ജീവിതത്തിൽ വരാൻ പോകുകയാ. ഞാൻ നിങ്ങളോട് പറയാം, ഒരു രാത്രി കൊണ്ട് രാജ്യത്തിന്റെ എക്കോണമിയെ മാറ്റിയവൻ
ഇന്ന് പകൽ കൊണ്ട് നിന്റെ ജീവിതത്തെ തലതിരിച്ചു മാറ്റി വെക്കാൻ തുടങ്ങും. What is the abundant compensation? എന്താണ് abundant compensation എന്ന് That means പറയുന്നത്? within 1 second it will restore. അതെന്ന് പറയുന്നത് ഒറ്റ സെക്കൻഡ് കൊണ്ട് അതിനെ Within 1 പുനഃസ്ഥാപിക്കും. second it will manifest. അത് ഒറ്റ സെക്കൻഡ് കൊണ്ട് അത് വെളിപ്പെട്ട് വരും. ഇന്ന് രാത്രി നിങ്ങൾക്ക് വിശ്വസിക്കാം, എന്റെ ദൈവം നിങ്ങളെ സ്ഥിതിയെ തലതിരിച്ചു വെക്കാൻ പോവാന്നോ? ആമേൻ. നോ ഡൗട്ട്, നോ ഡൗട്ട്, നോ ഡൗട്ട്. ചർച്ചിനെ നോക്കി ഒരു ദൂത് പറയാം, ഈ ഈ ഈ ഞായറാഴ്ച മുതൽ ഇതിന്റെ എക്കോണമി തലതിരിയാൻ പോകും. ചർച്ചിനെ നോക്കി ഒരു ദൂത് പറയാം, 2026 നിന്റെ എക്കോണമി, ചർച്ചിന്റെ എക്കോണമി കവിഞ്ഞു ഒഴുകുന്നതായിരിക്കും. നിന്റെ ബിസിനസ്സിനെ നോക്കി ഒരു ദൂത് പറയാം, നിന്റെ എക്കോണമി കവിഞ്ഞൊഴുകുന്നതായിരിക്കും. This is the way God's restoration manifests. ഇങ്ങനെയാണ് ദൈവത്തിന്റെ പുനഃസ്ഥാപനം വെളിപ്പെടുന്നത്. According to Genesis chapter 15, God gave compensation, abundant compensation to Abraham. ഉൽപ്പത്തി 15 പറയുന്ന അബ്രഹാമിന് വേണ്ടി ദൈവം അബണ്ടന്റ് ആയി കോമ്പൻസേഷൻ He ചെയ്യുവാനിടയായി. lost wealth of 5 nations. അവൻ 5 രാജ്യങ്ങളുടെ സമ്പത്ത് വേണ്ടാന്ന് വെച്ചു. He received all nations wealth. പക്ഷേ സർവ്വ ലോകത്തിന്റെയും സമ്പത്ത് അവന്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു. This is what God will do for you. അതാണ് ദൈവം നിനക്ക് വേണ്ടിയും ചെയ്യാൻ പോകുന്നത്. Because we are the descendants of Abraham. നമ്മൾ അബ്രഹാമിന്റെ വംശാവലിയിൽപ്പെട്ടവരാണ്. Can you believe it? എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? Can you believe it? This day, today, it will happen for you. Do you believe it? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നില്ലേ? ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുകയാണ്. You know, Peter started to ask him, look, we have given everything, give up everything and follow you. ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു, ഞങ്ങൾ സർവ്വതും വിട്ട് നിന്നെ അനുഗമിക്കാനിടയായി. It's written Mark chapter 10 verse 28. മാർക്കോസ് 10:28 അത് Jesus പറയുന്നത്. said to them, I assure you, most solemnly said to you, there is no one who has given up a house or brothers or sisters or mother or father or children or farms for my sake, for the gospel's sake, who will not receive 100 times as much now in the present age. നിന്നെ സുവിശേഷത്തെ പ്രതി നീ നിന്റെ വീടിനെയോ അപ്പനെയോ അമ്മയോ നിനക്കുള്ള സർവ്വതും നീ ഉപേക്ഷിച്ചാൽ അതിന്റെ 100 മടങ്ങായി നിനക്ക് കോമ്പൻസേറ്റ് ചെയ്യുമെന്ന് ദൈവം Say to your പറയുകയാണ്. neighbor, his compensation is 100 folds. അവന്റെ കോമ്പൻസേഷൻ എന്ന് പറയുന്നത് അത് 100 മടങ്ങാണ്. ചോദിക്കട്ടെ, ഞാൻ ഒരു വീട് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഉപേക്ഷിച്ചു, എനിക്ക് എത്ര വീട് കിട്ടുമെന്നാ നിങ്ങൾ പറയുന്നേ? പറ. How many houses are you going to return back? It will return back 100 house. എത്ര? 100 വീടോ? Are you sure? Now I have a palace, you know, I have a very good house. എനിക്കിപ്പോ ഒരു മനോഹരമായ ഒരു വലിയ കൊട്ടാരം പോലൊരു വീടുണ്ട്. So just imagine I'm going to buy one more house. ഞാൻ ഒരു വീടും കൂടെ വാങ്ങിക്കാൻ പോകുമെന്ന് നിങ്ങൾ ചിന്തിച്ചാട്ടെ. It's not adjustable, but maybe you will say, maybe Papa Pastor bought for his son. നിങ്ങൾക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, എന്നാലും നിങ്ങൾ ചിന്തിക്കുക അത് എൻ്റെ മകന് വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങൾ ചിന്തിക്കാനിടയാകും. Again I am going to buy one more house. ഞാൻ അതിനുശേഷം വീണ്ടും ഒരു വീടും കൂടെ ഞാൻ Now വാങ്ങിക്കാൻ 3 houses. ഇപ്പൊ 3 വീടുണ്ട്. Maybe you are not agreeable, but you agree for his daughter. നിങ്ങൾ അംഗീകരിക്കത്തില്ല, എന്നാൽ എൻ്റെ മോക്ക് വേണ്ടിയാണെന്ന് വിചാരിച്ച് നിങ്ങൾ സഹിക്കും. And what about the 4? 4ാമതൊന്നും കൂടെ വാങ്ങിച്ചാലോ? നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആളുകൾ പറയും, ഇത് ഇങ്ങനെ മേടിക്കാതെ വേറെ ആർക്കെങ്കിലും മേടിച്ചു കൊടുത്തോളൂ നിങ്ങൾ പറയും. എന്നാൽ വേദപുസ്തകത്തിന്റെ വാക്യം എങ്ങനെയാ അപ്പൊ നിവൃത്തിയാകുന്നേ? ഒരെണ്ണം ഉപേക്ഷിച്ചവന് 100 കിട്ടുമെന്ന് എഴുതിയത് എപ്പോ നിവൃത്തിയാവും? ഇത് വിറ്റിട്ട് മറ്റൊരാൾക്ക് അടാ എനിക്കെന്താടാ ഉണ്ടാവാത്തത്? നീ ഉപേക്ഷിക്കാത്തോണ്ടാ. ഉപേക്ഷിച്ചവന് അത് തിരിച്ചു കിട്ടുന്ന വചനമുള്ളത്. കയ്യടിയുടെ വിലയൊക്കെ പോയെന്ന് എനിക്കറിയാം.
ഇങ്ങനെ 4 മേടിക്കാനുള്ള അഡ്ജസ്റ്റ്മെന്റ് നേരത്തെ പറയുമെന്ന് തോന്നുന്നുണ്ടെന്നും എനിക്കറിയാം. അതൊക്കെ അങ്ങ് മനസ്സിൽ വെച്ചേരെ. ഇറ്റ് ഈസ് ട്രൂ. നിങ്ങൾ അതിനെ ചിന്തിച്ചു നോക്കി. 4 എണ്ണം, 5 എണ്ണം, 6 എണ്ണം, 7 എണ്ണം, 8 എണ്ണം, 9, 10 ആയ നിങ്ങൾ എന്തായിരിക്കും നിങ്ങളുടെ ചിന്ത? ഇനി ആ ചർച്ചിൽ പോണ്ട, പാസ്റ്റർ പണത്തിന്റെ പുറകില. അങ്ങനെയല്ലേ? പക്ഷെ യേശു പറഞ്ഞപ്പോ 100 എണ്ണം. ഞാൻ ചോദിച്ചോട്ടെ, യേശു ഇതിനെ എക്സാഗ്രേറ്റ് ചെയ്ത് പറഞ്ഞാണോ? അങ്ങനെയാണെങ്കിൽ ബൈബിളിൽ എക്സാഗ്രേറ്റ് ചെയ്ത് പറയുന്ന ഒത്തിരി കാര്യമുണ്ടോ നിങ്ങൾ പറയേണ്ടി വരും. ഇത് എക്സാഗ്രേറ്റ് ചെയ്ത് പറഞ്ഞതല്ല, പെരുപ്പിച്ച് പറഞ്ഞതല്ല. യേശു ഇത് പെരുപ്പിച്ച് പറഞ്ഞതാണോ അല്ലയോ? നിങ്ങൾ പറ. അല്ല എന്ന് പറയുന്നവരെന്ന് കരയുയർത്തി കാണിച്ചേ. ഓക്കെ, കൈ താഴ്ത്തിക്ക്. ഇത് യേശു പെരുപ്പിച്ച് പറഞ്ഞാണെന്ന് പറയുന്നവരെന്ന് കരയുയർത്തി കാണിച്ചേ. അപ്പൊ ഇത് 100 എണ്ണം കിട്ടുമെന്നാണോ നിങ്ങൾ പറയുന്നേ? എന്റെ യേശുവേ, സത്യമായിട്ടും ജോസഫ് സാറേ, യേശു പെരുപ്പിച്ച് പറഞ്ഞതല്ല. ഒരെണ്ണം ഉപേക്ഷിക്കുന്നവർക്ക് 100 കിട്ടും. പക്ഷെ സഹിക്കാൻ പറ്റുമോ സാറേ? അടുത്തിരിക്കുന്നവരോട് ചോദിച്ചേ, 2 3 ആയാൽ സഹിക്കാം, 10 ആയാൽ എങ്ങനെയാ സഹിക്കുന്നതെന്ന് ചോദിച്ചേ. ഇതാണ് സഭയ്ക്ക് സംഭവിച്ചത്. സഭ കുറച്ചു പ്രോമിസുകളെ എടുത്തു, കുറച്ചു പ്രോമിസുകളെ വേണ്ട എന്ന് വെച്ചു. കുറച്ച് പ്രോമിസ് തനിക്ക് വേണം നല്ലതെന്ന് തോന്നുന്നതിനെ സ്വീകരിച്ചു, തനിക്ക് സഹിക്കാൻ പറ്റാത്തതിനെ അങ്ങനെ നടക്കത്തില്ല, അത് എക്സാഗ്രേറ്റ് ചെയ്ത് പറഞ്ഞു എന്ന് ചിന്തിച്ചു. അങ്ങനെയല്ല, എഴുതപ്പെട്ടതാ. ഉപേക്ഷിച്ചാൽ 100 മടങ്ങ്. ഇത് പ്രോസ്പെരിറ്റി തിയോളജി അല്ല. കർത്താവ് പറഞ്ഞതാണ്, ഒന്ന് ഉപേക്ഷിച്ചാൽ 100 മടങ്ങായി വയലുകൾ ഇവിടെ തരും. നിങ്ങൾ എന്താ കൈയടിക്കാത്തെ? നിങ്ങൾ 10 കോടി കൊടുക്കാൻ തയ്യാറായാൽ 100 കോടി തരാൻ ദൈവം തയ്യാറാണ്. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം, ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. Say to your neighbor, manifestations. അടുത്ത നിൽക്കുന്ന വ്യക്തിയോട് പറഞ്ഞാട്ടെ, വെളിപ്പെടുത്തൽ. Manifestations. വെളിപ്പെടുത്തൽ. In Calvary everything restored. കാൽവറിയിൽ സർവ്വതും പുനഃസ്ഥാപിക്കപ്പെട്ടു. That's why the Holy Spirit come. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് വന്നത്. After restoration only the anointing of the Holy Spirit come. പുനഃസ്ഥാപനത്തിന് ശേഷം മാത്രമാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. But we receive the Holy Spirit, but we never expect the restoration, manifestation of the restoration. നമ്മൾ തീർച്ചയായും പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാൻ ഇടയായി, പക്ഷേ കാൽവറിയിൽ പുനഃസ്ഥാപിച്ചത് നമ്മൾ മാനിഫെസ്റ്റഡ് ആയിട്ടില്ല ഇതുവരെ. You know, before the anointing, the restoration will manifest. അഭിഷേകം പ്രാപിക്കുന്നതിന് മുമ്പ് സർവ്വതും പുനഃസ്ഥാപിക്കപ്പെടും. It's go together. അത് വെളിപ്പെടും. It goes together. അത് ഒരുമിച്ചാണ് സഞ്ചരിക്കുന്നത്. So your restoration, manifestation of your restoration, and also the Holy Spirit anointing is goes together. പരിശുദ്ധാത്മാവ് അഭിഷേകവും നിങ്ങൾ പുനഃസ്ഥാപിച്ചത് വെളിപ്പെടുന്നത് ഒരുമിച്ചാണ് സഞ്ചരിക്കാൻ ഇടയാകുന്നത്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച നീ വിശ്വസിക്കേണ്ടത്, എന്റെ എല്ലാ നന്മകളും എനിക്ക് തിരികെ വന്നു കഴിഞ്ഞു എന്നാണ്. This is a year of supernatural manifestations. ഇത് അസാധാരണമായ വെളിപ്പെടുത്തലിന്റെ വർഷമാണ്. Are you ready to believe what I prophesy over you? ഞാൻ നിങ്ങളോട് പ്രവചിച്ച കാര്യങ്ങൾ വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാണോ? My house is going to restore. എന്റെ വീട് പുനഃസ്ഥാപിക്കപ്പെടുകയാണ്. My house going to see the manifestation of the restoration. പുനഃസ്ഥാപിക്കപ്പെട്ടതിന്റെ വെളിപ്പെടുത്തലുകൾ എന്റെ ഭവനം കാണാൻ പോകുകയാണ്. Your health, നിന്റെ ആരോഗ്യം is going to manifest. അത് വെളിപ്പെടാൻ പോകുകയാണ്. I don't know about your health problem, but I challenge you, your healing going to manifest in your life. നിനക്ക് എന്ത് ശാരീരിക പ്രശ്നമുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ ഞാൻ ഒരു കാര്യം വ്യക്തമായി പറയാം, നിനക്ക് സൗഖ്യം വെളിപ്പെടാൻ പോകുകയാണ്. Can you speak in tongues? Shalkhara manaka പ്രാർത്ഥിക്കാമോ? ruseni nanaka salakaba. ഇത് അനുഗ്രഹത്തിന്റെ സമയമാണ്. അനുഗ്രഹത്തിന്റെ സമയമാണ്. ഇത് അനുഗ്രഹം പ്രസംഗിക്കാൻ നിങ്ങൾ ചിന്തിക്കല്ലേ, അനുഗ്രഹമാണ് ഇദ്ദേഹം ഞാൻ അനുഗ്രഹം പ്രസംഗിക്കുന്നത്, എനിക്ക് ദാരിദ്ര്യം പ്രസംഗിക്കാൻ അറിയത്തില്ല, അനുഗ്രഹമാണ് പ്രസംഗിക്കേണ്ടത്. പക്ഷെ ഇത് പുസ്തകത്തിലുള്ള കാര്യമാണ്. പരിശുദ്ധാത്മാഭിഷേകം വരുന്നതിനേക്കാൾ മുമ്പ് എന്ത് സംഭവിച്ചേ ഒക്കത്തുള്ളൂ? റിസ്റ്റോറേഷൻ നടന്നേ ഒക്കത്തുള്ളൂ.
യേശുവിൻ്റെ മരണമാണ് റിസ്റ്റോറേഷൻ എങ്കിൽ അഭിഷേകമാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവ്. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യമാണ്. നമ്മൾ രണ്ടാമത്തതിനെ ഏറ്റെടുത്തു, ആദ്യത്തേതിനെ ഉപേക്ഷിച്ചു. ഞാനൊന്നും കൂടെ പറയാം, നമ്മൾ രണ്ടാമത്തതിനെ ഏറ്റെടുത്തു, ആദ്യത്തേതിനെ ഉപേക്ഷിച്ചു. ഇത് രണ്ടും കൂടെ ഒരുമിച്ചാണ് പോകേണ്ടത്. ദൈവം എന്തെല്ലാം കാൽവറിയിൽ ചെയ്തോ അത് മുഴുവൻ ഞാൻ അനുഭവിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അനുഭവിക്കുകയും ചെയ്യണം. താങ്ക് യു ജീസസ്. നിങ്ങളുടെ ലൈഫിൽ ഏതൊക്കെ മേഖലയിലാണ് മാനിഫെസ്റ്റേഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നത്? ഐ ഡോണ്ട് നോ. പക്ഷെ ഇപ്പം നിങ്ങളത് ചിന്തിച്ചാട്ടെ. ഇപ്പം നിങ്ങളുടെ തലയിലേക്ക് അത് കൊണ്ടുവന്നാട്ടെ. കുഞ്ഞുങ്ങളാണോ ഇല്ലാത്തത്? ആരോഗ്യമാണോ ഇല്ലാത്തത്? സമ്പത്താണോ ഇല്ലാത്തത്? സാമ്പത്തിക ഉയർച്ചയാണോ ഇല്ലാത്തത്? നല്ല പേരാണോ ഇല്ലാത്തത്? വിവാഹമാണോ ഇല്ലാത്തത്? ഫാമിലിയാണോ ഇല്ലാത്തത്? ഏത് ആയിരുന്നാലും ഈ വർഷം അത് മാനിഫെസ്റ്റഡ് ആകാൻ പോകുന്നു. ചിലരുടെ വീടിന്റെ പണി പകുതിയായിട്ടായിരിക്കുന്നേ, അത് പൂർത്തീകരിക്കപ്പെടാൻ പോകുന്നു. ചിലർ വീട് പണിഞ്ഞിട്ടേ ഇല്ല, അവർക്ക് വീട് പണിയപ്പെടാൻ പോകുന്നു. ഹല്ലേലൂയ. ചിലരുടെ വിവാഹം നടക്കാതെ വഴിയിൽ നിൽക്കുമ്പോൾ അത് അതിമനോഹരമായിട്ട് നടക്കാൻ പോകുന്നു. ചിലരുടെ വീട് പ്രമാണങ്ങൾ അത് ബാങ്കിലിരിക്കുമ്പോൾ അത് എടുക്കുക മാത്രമല്ല, അതിമനോഹരമായി സമ്പത്തിൽ ഉയരാൻ പോകുന്നു. ഇത് നിങ്ങളുടെ കാലഘട്ടമാണ്. ഇത് നിങ്ങളുടെ സീസണാണ്. ഇത് നിങ്ങളുടെ കാലഘട്ടമാണ്. ഇത് നിങ്ങളുടെ സീസണാണ്. ഇത് നിങ്ങളുടെ സീസണാണ്. നിങ്ങൾ വാടക വീട്ടിൽ കിടന്നത് മതി. നിങ്ങൾ കുഞ്ഞുങ്ങൾ ഇല്ലാതെ ഇരുന്നത് മതി. ദാരിദ്ര്യത്തിൽ കഴിഞ്ഞത് മതി. കഷ്ടതയിൽ തുടർന്നത് മതി. വേദനയിൽ തുടർന്നത് മതി. Receive your blessing. Dalakata rokoto loko ramanaka salakabo. Risabana ranani adalako. Re baba sidalako. Lord, I release. Lord, I release. Lord, I release. We expecting supernatural manifestation. ഞങ്ങൾ അസാധാരണമായ വെളിപ്പെടുത്തലിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. From today, ഇന്നു മുതൽ in our financial area, ഞങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ we expecting supernatural manifestation. അസാധാരണമായ വെളിപ്പെടുത്തലിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. I believe new businesses are coming. ഞാൻ വിശ്വസിക്കുന്ന പുതിയ ബിസിനസ്സുകൾ വരുന്നു. New real estate business are coming. പുതിയ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾ വരുന്നു. You are going to participate in. നിങ്ങൾ അതിന്റെ ഭാഗമാകാൻ പോകുന്നു. Hallelujah. Your land may be going to sell and you are going to buy another new land for you. Amen. നിന്റെ വസ്തു ചിലപ്പോൾ കൊടുത്തിട്ട് അതിനുവേണ്ടി പുതിയ വസ്തുക്കൾ നിങ്ങൾ വാങ്ങാനായി You are going to build a new houses for your family. നിങ്ങൾക്ക് കുടുംബത്തിന് വേണ്ടി നിങ്ങൾ പുതിയ വീടുകൾ പണിയാനായി I പോകുന്നു. believe not only one house, two house, three house. Some people are going to buy 3, 4 houses. ഞാൻ ഒരു വീടെന്നല്ല, ചിലർക്ക് 2, 3, 4 വീടുകൾ ഉണ്ടാകാനായി പോകുന്നു. The multiplication of the blessing is going to take place in your life. അനുഗ്രഹത്തിന്റെ മൾട്ടിപ്ലിക്കേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ വരാനായി പോകുന്നു. Hallelujah. You will live an excellent life. Amen. നിങ്ങൾ എക്സലന്റ് ആയ ജീവിതം, ശ്രേഷ്ഠമായ ജീവിതം അനുഭവിക്കും. You will live a honorable life. നിങ്ങൾ ആ ബഹുമാനത്തോടുള്ള ജീവിതം നിങ്ങൾ അനുഭവിക്കാൻ Come on, give a ഇടയാകും. clap of victory, Lord. കൈ അടിച്ചാട്ടെ, ആമീൻ പറഞ്ഞാട്ടെ. എന്തിനേക്കാണോ ഞാൻ വേണ്ടാന്ന് വെച്ചത്, ക്രിസ്തുവിലേക്ക് വരുമ്പോൾ ഞാൻ വേണ്ട എന്ന് വെച്ചത്, അല്ലെങ്കിൽ എനിക്ക് നഷ്ടമായി പോയ നന്മകൾ എന്തൊക്കെയാണോ, ദൈവജനം പറയുന്നത് അത് 100 മടങ്ങായി എൻ്റെ ലൈഫിലേക്ക് അത് തിരികെ വരുമെന്നാണ്. എനിക്ക് നഷ്ടമായ സകലത്തിനെയും 100 മടങ്ങായി എനിക്ക് അനുഭവിക്കുവാനായി കഴിയും. ഏത് കാര്യമാണെങ്കിലും യേശു പറയുമ്പോൾ, യേശു കുറേ കാര്യങ്ങൾ പറഞ്ഞു. ബന്ധങ്ങൾ, വീടുകൾ, നിലങ്ങൾ, എന്ത് തന്നെയാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ നഷ്ടമാക്കിയത്, അതിൻ്റെ 100 മടങ്ങായി ഈ ദിവസങ്ങളിൽ നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്. കർത്താവ് നിങ്ങളെ വലിയ നന്മകൾ കൊണ്ട് നിറയ്ക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. ബ്രദറെ, അമ്മയുടെ പേര് ബാൽസി എന്നാണ്. കുടപ്പനമൂട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് അമ്മ വരുന്നത്.
അമ്മ ഈ കഴിഞ്ഞ 2019 അമ്മയുടെ വീട്ടിലെ കിണറിലെ വെള്ളം വറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. അമ്മ പറയുന്നത് ആ ദിവസങ്ങളിൽ അമ്മ ഹാർവസ്റ്റ് TV പ്രോഗ്രാം കാണുന്നുണ്ടായിരുന്നു. സിസ്റ്റർ ആയിരുന്നു അന്ന് മെസ്സേജ് പറഞ്ഞത്. അതിനിടയിൽ സിസ്റ്റർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഒരമ്മ തൻ്റെ വീട്ടിലെ കിണറിലെ വെള്ളം വറ്റിപ്പോയതിനെ തുടർന്ന് നിരാശയിലാണ്, സങ്കടത്തിലാണ്, പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു. അന്ന് തന്നെ അമ്മ പറയുന്നത് ആ വറ്റിപ്പോയ കിണറിലേക്ക് തിരിച്ചു വെള്ളം വന്നു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. പശുവേ 5-6 പശുവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴും വെള്ളമൊന്നും കിട്ടാൻ പാടില്ല. അത് അങ്ങ് അപ്പുറത്തിൽ നിന്ന് അണ്ണൻ്റെ വീട്ടിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ സിസ്റ്റർ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ ഭർത്താവും കൂടെ ഇരുന്ന് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളാണ് പറയുന്നത് സിസ്റ്റർ, നമ്മളെ കിണറ്റിൽ ഇനി വെള്ളം കാണുമെന്ന്. ഇത്രയും ദിവസം വെള്ളം കുറഞ്ഞിട്ടേ ഇല്ല. ദൈവത്തിന് മാത്രം കഴിയുന്ന കാര്യമോ. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ 30 വർഷത്തോളമായിട്ട് ആന്റിയുടെ ഹിപ്പിൽ ഒരു മുഴയുണ്ടായിരുന്നു. അതും കൂടെ അന്ന് സിസ്റ്റർ പ്രാർത്ഥിച്ചു പൂർണ്ണമായി മാറിപ്പോയി എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. എൻ്റെ ഹിപ്പിൻ്റെ താഴെയായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു എന്താണോ ഏതെന്നൊന്നും അറിയില്ല. ഒരു ശകലം തന്നെ ഉണ്ടായിരുന്നു. പിടിയൊന്നും കിട്ടൂല. അപ്പോൾ ഞാൻ എന്നും പ്രാർത്ഥിക്കും, കർത്താവേ നമ്മളെ ബദറിനെ കഴിഞ്ഞു ആരുമില്ലല്ലോ, ബദറിൻ്റെ പ്രാർത്ഥന എല്ലാം ഇല്ലേ ഞാൻ കേട്ട് ഈ മാനസാന്തരത്തിൻ്റെ വഴിയെല്ലാം ഒരുക്കി തന്നത് ബദറും സോളി സിസ്റ്ററാണ്. എനിക്കിത് മാറിപ്പോകണം, ഓപ്പറേഷൻ ഒന്നും ചെയ്യാതെ. ഒരു ദിവസം ഞാൻ ഇങ്ങനെ പിതുക്കിയപ്പം ഈ പാക്ക് ഊറിടുന്ന ഒരു സ്മെല്ല് വന്ന്, അങ്ങനെ കുറച്ച് വന്നായിരുന്നു. അപ്പോഴും ചൊട്ടിയിരുന്ന്. പിന്നെ ഇപ്പം ഒരു 2 മാസത്തേക്ക് ശേഷം ഒരു വര പോലെ വീഴുന്ന്. ശകലം വേദനയായിട്ടില്ല, പിതുക്കുമ്പോൾ വേദന ഉണ്ട്. അത് മെനഞ്ഞാന്ന് അതും പിന്നെ നല്ല ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾക്കായി നന്ദി പറയാം. ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്ന ഓരോ വ്യക്തികളും ആ സ്നേഹത്തെ രുചിച്ചറിയുകയാണ് ചെയ്യുന്നത്. ഓരോ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്ത് നിന്നും അവനൊരാളെ പണിയുമ്പോൾ, ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുമ്പോൾ അവൻ്റെ സ്നേഹത്തെ നമ്മൾ ഒരിക്കൽ കൂടെ രുചിക്കുകയാണ് ചെയ്യുന്നത്. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. അപ്പോൾ അതിനോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ, നിന്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. അപ്പോൾ ആ നഷ്ടങ്ങളുടെ കണക്കല്ല, അതിനേക്കാൾ ഉപരിയായി ദൈവം തന്നു, എന്നെ നടത്തിയെന്ന് പറയുന്ന വാക്കുകൾ, നന്ദിയുള്ള ഹൃദയം അപ്പോൾ ഓരോ വീടുകളിലും ഉണ്ടാകട്ടെ, ഓരോ വീടുകളിലും ഉണ്ടാകട്ടെ. അപ്പാ, നിന്റെ കൃപയ്ക്കായി നന്ദി പറയുന്ന യേശുവേ, അങ്ങയുടെ സ്നേഹത്തിനായി നന്ദി പറയുന്നപ്പാ. അപ്പോൾ അങ്ങയുടെ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പാ, അങ്ങയുടെ സ്നേഹത്തിനായി നന്ദി പറയുന്ന കർത്താവേ. ഈ കുടുംബങ്ങളെല്ലാം ദൈവിക അത്ഭുതങ്ങളിൽ ജീവിക്കട്ടെ അപ്പാ, ദൈവിക നന്മകളിൽ ജീവിക്കട്ടെ അപ്പാ. ആ നടത്തുന്ന കരത്തെ അനുഭവിക്കട്ടെ അപ്പാ. അവൻ എനിക്ക് ബലമുള്ള ഗോപുരമെന്ന് പറയട്ടെ അപ്പാ. അവിടുത്തെ കൃപകൾ കൊണ്ട് നിറച്ചതിന് നന്ദി അപ്പാ. എനിക്കൊരു വ്യക്തിയെ കാണാം, ആ വ്യക്തിയുടെ കഴുത്തിൽ മൊത്തം കറുത്ത പാടുകളായിട്ടിരിക്കുക. പല മെഡിസിനും എടുത്തിട്ടും അതിനൊരു മാറ്റവും വരുന്നില്ല. തനിക്ക് ചില ഹോർമോണിൻ്റെ പ്രയാസമുണ്ട്, നല്ല വണ്ണമുണ്ട്, പക്ഷേ താൻ ചെയ്യുന്നതൊന്നും തൻ്റെ ശരീരത്തിൽ ഫലിക്കാത്തതുപോലെയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി ഇപ്പോൾ സൗഖ്യത്തിലേക്ക് വരട്ടെ. അപ്പോൾ അതേപോലെ മനസ്സിനേറ്റ വിഷമം മാറിപ്പോകട്ടെ അപ്പാ, ആ മുറിവ് മാറിപ്പോകട്ടെ അപ്പാ. നിന്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. യേശുവേ, നിന്റെ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പാ. യേശുവേ, നിന്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. ഹാലോ റൂ 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 ഷേക്കൊലോ ധിലേക്കറോ, ഹാലോ റൂ 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 ഷേക്കൊലോ ധിലേക്കറോ. പെറ്റൽസിൻ്റെ അല്ലെങ്കിൽ റോസാപ്പൂവിൻ്റെ ചിത്രമുള്ള ഒരു ബെഡ്ഷീറ്റ് വിരിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അതിനു മുകളിലിരിക്കുന്ന അങ്ങനെ ഒരു വീടിനെ കർത്താവ് തൊടുന്നത് കാണാം. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ആ വ്യക്തിയോട് കർത്താവ് സംസാരിക്കുന്നത് കാണാം. തൻ്റെ ലൈഫിൽ താൻ നഷ്ടമായി പോയിടത്തു നിന്നും കർത്താവ് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് കാണാം. സൂര്യൻ അസ്തമിച്ചു എന്ന് പറയുന്ന ആ വീട്, ആ വ്യക്തിയുടെ ജീവിതം, അത് ഉദിച്ചു വരുന്ന സൂര്യനെ പോലെ തെളിഞ്ഞു വരുന്നത് കാണാം. കർത്താവേ, നിന്റെ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പാ. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അപ്പോൾ അവിടുന്ന് വ്യക്തികളെ കൊണ്ടുവരുന്ന ഓർത്ത് നന്ദി യേശുവേ. നന്ദി പറയുന്ന കർത്താവേ, നന്ദി പറയുന്ന കർത്താവേ, നന്ദി പറയുന്ന കർത്താവേ,
നന്ദി പറയുന്നു അപ്പാ. അങ്ങയുടെ സ്നേഹത്തിനായി നന്ദി പറയുന്നു. അങ്ങയുടെ കൃപയ്ക്കായി നന്ദി പറയുന്നു. ഈ കുടുംബങ്ങളിലെല്ലാം ദൈവിക അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ. ഈ കുടുംബങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ കൃപ ചലിക്കട്ടെ. ഈ കുടുംബങ്ങളിലെല്ലാം അവിടുത്തെ തേജസ് കൊണ്ട് നിറയപ്പെടട്ടെ അപ്പാ. കർത്താവേ, ഇവരുടെ സമ്പദ് വ്യവസ്ഥ മാറട്ടെ അപ്പാ. ഇവരായിരിക്കുന്ന കടത്തിൻ്റെ നുകം ഇവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ അപ്പാ. ലോണുകൾ ക്ലോസ് ആകട്ടെ അപ്പാ. ബിസിനസ്സുകൾ അഭിവൃദ്ധിയിലേക്ക് വരട്ടെ അപ്പാ. ഇസ്രായേൽ ജനത്തിന് വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിൽ ഒറ്റ രാത്രി കൊണ്ട് അവിടുത്തെ സമ്പദ് വ്യവസ്ഥയെ തിരിച്ചു മറിച്ച ദൈവം ഇവരുടെ ജീവിതത്തിലും ചിലത് ചെയ്യട്ടെ അപ്പാ. എന്നെ കാണുന്ന ഓരോ കുടുംബങ്ങളിലും അത് ചെയ്യട്ടെ അപ്പാ. ഇവരോരോരുത്തരും അത് അനുഭവിക്കട്ടെ അപ്പാ. ഇവരോരോരുത്തരും അത് അനുഭവിക്കട്ടെ അപ്പാ. ഇന്നലകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി കർത്താവേ, നാളെ അവർ ഉണരട്ടെ അപ്പാ. യേശുവേ, നിന്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. എന്നെ കാണുന്ന ഓരോ കുടുംബങ്ങളിലും അപ്പാ, ഇവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ സ്വർഗമേ അവിടുന്ന് ചലിച്ചതോർത്ത് സ്തോത്രം. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ വലിയ സ്നേഹത്തിൽ നമുക്കായിരിക്കാം. ഗോഡ് ബ്ലെസ് യു.